ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു പടം തന്നെയാണ്. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ അതുപോലെ തന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്നാണ് എന്റെ പ്രത്യേകത. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ, പിന്നെ ബേസിൽ ജോസഫ്, നിവിൻ പോളി. അങ്ങനെ ഇതിനകത്ത് കാസ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞെന്ന് പറയുന്നത്. വെച്ചാൽ അമ്മാതിരി കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് വെച്ചിരുന്നത്. പിന്നെ നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഹൃദയ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസിനകത്ത് വിനീത് ശ്രീനിവാസനോട് ചോദിച്ചായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കോംബോ ഇനി വരുമെന്ന്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ നല്ലൊരു കഥ, നല്ലൊരു സിനിമ വന്നാൽ മാത്രമേ ഞാൻ ഇതിന് ഒന്നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു സിനിമയില്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് എന്റെ ടീസർ ഒന്ന് കണ്ടുപോകാം. ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ സാറേ ഞാൻ പോകുന്ന ക്ലാസ്സിലല്ല, ഈ നാട്ടിന്നാ. എങ്ങോട്ട്? മധുരാശിക്ക്. ഇങ്ങെല്ലാം തൊലഞ്ഞു പോകണം. താങ്ക് യു സാർ. சூப்பரோட சார் ஃபுல்லா பைத்தியக்கார பசங்க. വൈദ്യക്കാരനാ சார் மென்டல் சார் மென்டல். നാളെ സൂപ്പർ സ്റ്റാർ ആന പിറക് എന്നെ മറക്കണ്ട. മൈ നെയിം ഈസ് സ്വാമിനാഥൻ. ഞാനൊരു അനാഥനാണ്. ഒരു അമ്മയുടെ വാത്സല്യവും ഒരച്ഛന്റെ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാം പറ്റും. ഞാൻ രക്ഷപ്പെടും. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മശക്തിയുള്ള അലവലാദികളെയാണ് നന്നായി പഠിക്കുന്നവരെ കണക്കാക്കുന്നത്. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. എല്ലാം അറിയണമുണ്ടല്ലോ. കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം. എല്ലാ നാറികളും ഉണ്ടല്ലോ. നല്ല കിളു ടീസർ ഇല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ചിരിച്ചു പോയത് നമ്മള് തന്നെ പറഞ്ഞ് എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ തന്നെ പറഞ്ഞു എല്ലാ നാറികളും ഉണ്ടല്ലോ. അപ്പൊ ആ സിനിമയിൽ എന്തൊരു ഡയലോഗ് എടുത്തിട്ടാണ് അതൊക്കെ. ആ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിനകത്ത് ആദ്യം നമുക്ക് പറയേണ്ടത് പ്രണവ് മോഹൻലാൽ അല്ലേ. പ്രണവ് മോഹൻലാലിന്റെ ചില മാനരസമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ലാലേട്ടന്റെ പ്രത്യേകിച്ച് ആ കുടിച്ചിട്ടുള്ള ഒരു അഭിനയമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്കൊന്ന് ചെറിയൊരു ലാലേട്ടന്റെ ഒക്കെ ചെറിയൊരു ടച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പഴയ ലാലേട്ടന്റെ ചെറിയ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു ക്ലീൻ ഷേവ് ചെയ്തൊരു റോൾ കണ്ടപ്പോ എനിക്ക് നമ്മുടെ ഈ ബേസിന്റെ ഒരു ഫസ്റ്റ് പടം ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞിരാമയാണ്. അതിനകത്തെ ആ ഒരു എന്ന് വെച്ചാൽ അങ്ങനെയല്ല, രൂപം കൊണ്ട് അതുപോലെയൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് അല്ലേ ഭയങ്കര. ഇപ്പൊ ബേസില് അതുപോലെ നിവിൻ പോളി അവസാനം വന്ന് എനിക്കൊന്ന് നിവിൻ പോളിക്ക് കുറച്ച് റോളേ ഉള്ളത്. പുള്ളി അഴിഞ്ഞാടാൻ വിടുന്ന സീനൊക്കെയാണ് തോന്നുന്നത് ഇതിനകത്ത്. എനിക്ക് കണത്തൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇത് എനിക്കൊന്ന് ചെന്നൈ ബേസ് ചെയ്താണ്, വീണ്ടും നമ്മുടെ ചെന്നൈ ബേസ് ചെയ്താണ്. വിനീത് ശ്രീനിവാസന് മിക്ക സിനിമ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതും ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണ് തോന്നുന്നത്. കൂടുതലും സിനിമയായിട്ടുള്ള ഇല്ലേ, എനിക്കൊന്ന് കുറെ ചെറുപ്പക്കാരുടെ സിനിമയിലേക്കുള്ള സ്വപ്നങ്ങളൊക്കെ കാണിക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് കുറെ ഈ പറഞ്ഞ പ്രണയം, അതുപോലെ തന്നെ കുറച്ച് ഈ കുറെ കോമഡികളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുവായാലും ഇത് ടീസർ കണ്ടപ്പോ എനിക്ക് പ്രതീക്ഷ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. ഹൃദയം പോലൊക്കെ തന്നെ ആ ഒരു ഒഴുക്കിന് കാണാൻ പറ്റുന്ന പടമാണെന്ന് തോന്നുന്നു. പിന്നെ ഷാൻ റഹ്മാനൊക്കെ ഉണ്ട്. ഷാൻ റഹ്മാനൊക്കെ നമ്മള് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അപ്പൊ എന്തുവായാലും ഇതിന്റെ ഒരു ട്രെയിലറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ ഏപ്രിൽ 11 ഇപ്പൊ ഒരുപാട് സിനിമ ഉണ്ടല്ലോ. ഏപ്രിൽ 11 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏതൊരു പടത്തിന്റെ കാര്യം. അപ്പം ഏപ്രിൽ 11 വിഷു ഒക്കെ വരുന്നതുകൊണ്ടൊക്കെയാണ് കുറെ സിനിമകളുണ്ട്. അപ്പൊ എന്തുപോലെ അതുവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.